فيه يوم لا ينفع مال ولا بنون. اللهم لك الحمد كله ولك الملك كله وبيدك الخير كله وإليك يرجع الأمر كله. أشهد أن لا إله إلا الله وحده لا شريك له شهادة من سأل الإخلاص في القول والعمل. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ونصلي ونسلم على رسول الله محمد أشرف الخلق عجما وعربا المبعوث في أم القرى صلوات الله عليه وسلامه. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. صدق الله العليم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ബഹുമാനിരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുറവുകളും വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആല പരിഹരിച്ച് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള സെമിറ്റിക് മതങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം സമൂഹം എല്ലാ വർഷവും ബലിപെരുന്നാളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് ആധുനിക മുസ്ലിം സമൂഹവും ഈ ഹൈടെക് യുഗത്തിലും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ബലിപെരുന്നാളിൻ്റെ മഹത്തായ പ്രത്യേകത എന്ന് പറയുന്നത് ബലി തന്നെയാണ്. ഇന്നലത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ബലിയിലൂടെ മുസ്ലിം സമുദായം 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് നേടിയെടുക്കേണ്ടത്. അതിലൊന്നാണ് തഖ്വ. ഇന്നലെ ഖുതുബയിലൂടെ അത് വിശദീകരിച്ചു. ലൻ യനാല അല്ലാഹ ലുഹൂമുഹ
വല ദിമഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉരുവിൻ്റെ കഴുത്തിലൂടെ കത്തിവെക്കുമ്പോൾ ആ മാംസവും രക്തവും ഒന്നുമല്ല അള്ളാഹുവിന് ആവശ്യം. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നും തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയുടെ മഹത്തായ മറ്റു രണ്ട് സവിശേഷതകൾ, ഗുണങ്ങൾ, ഗുണപാഠങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നു. കദാലിക സഖറഹാ ലക്കും, ഈ ബലിമൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. എന്തിനു വേണ്ടിയാണ് ബലി? രണ്ടാമത്തെ ഉദ്ദേശം അല്ലാഹ് പറയുന്നു, ലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുവാൻ വേണ്ടിയാണ്. തക്ബീർ, ബലി പെരുന്നാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തക്ബീറാണ്. ആ തക്ബീർ ബലി പെരുന്നാളിൻ്റെ വരവറിയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ദുൽഹജ്ജ് 9 മുതൽ ആ തക്ബീർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പലരും ദുൽഹജ്ജ് 1 മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ബലിമൃഗത്തെ കാണുമ്പോഴും അറുക്കുമ്പോഴും നാം തക്ബീറിലാണ്. പെരുന്നാൾ നമസ്കാരം നാം പൂർത്തിയാക്കിയതും തക്ബീറിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. മറ്റുള്ള നമസ്കാരങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത 2 പെരുന്നാൾ നമസ്കാരങ്ങൾക്കുമുണ്ട്. അത് തക്ബീറിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഖുതുബ തുടങ്ങിയതും അതേപോലെ തന്നെ തക്ബീർ കൊണ്ട് തന്നെയാണ്. അയ്യാമു തശ്രീഖിന്റെ 3 നാളുകളിലും നാം തക്ബീർ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അതേ തക്ബീറാണ് ബലി പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് ലോകത്ത് നിലയ്ക്കാത്ത ശബ്ദമാണ്. അല്ലാഹു അക്ബർ എന്നത് ലോകത്ത് നിലയ്ക്കാത്ത ശബ്ദമാണ്. ലോകം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യവും ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ശബ്ദത്തിന് ലോകത്ത് മേധാവിത്വം കിട്ടുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ പണിതത്. ലോകത്തിന്റെ സെന്റർ ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ പണിതത് അത് കേവലം ആരാധനയ്ക്ക് വേണ്ടിയല്ല. അല്ലാഹു അക്ബർ എന്ന ഈ ശബ്ദത്തിന് ലോകത്ത് മേധാവിത്വം കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനം നിർമ്മിക്കുവാനുള്ള പ്രത്യേകമായ സ്ഥാനം അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്തു, നിർണയിച്ചു കൊടുത്തു. എന്തിനാണ്? ബൈത്തിന്റെ ഇടം നിർണയിച്ച് കാണിച്ചു കൊടുത്തത് കേവലം ഒരു കെട്ടിടം പണിയുവാൻ വേണ്ടിയല്ല, കേവലം ചില ആരാധനകളും ഇബാദത്തുകളും അവിടെ നടക്കുവാൻ വേണ്ടി മാത്രമല്ല. ആ ബൈത്തിന്റെ ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തത്, കാണിച്ചു കൊടുത്തത് ഒരു ആശയത്തെ പ്രകാശിപ്പിക്കുന്ന, പ്രയോഗവൽക്കരിക്കുന്ന ഒരു കെട്ടിടം ലോകത്തുണ്ടാവണം. അതാണ് കഅബ. അല്ലാഹു അക്ബർ. ഇത് മഹത്തായ ആശയമാണ്. ഇത് മഹത്തായ ഒരു സംസ്കാരമാണ്. ഇത് പ്രയോഗവൽക്കരിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു കെട്ടിടം ലോകത്തുണ്ടാവണം. അതാണ് കഅബ എന്ന് പറയുന്നത്. അതെ, അത് ശിർക്കിന്റെ നിഷേധമാണ്. ശിർക്കിന്റെ നിഷേധമാണ് കഅബ. തൗഹീദിന്റെ വിളംബരമാണ് കഅബ. എന്തിനാണ് ഞാനും നിങ്ങളും തക്ബീർ ചൊല്ലുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തിനാണ് ഞാനും നിങ്ങളും ബലി പെരുന്നാൾ സുദിനങ്ങളിൽ 4 ദിവസവും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. അല്ലാഹ് നമുക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. എന്താണ് ആ ഹിദായത്ത്? ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പരിസരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആളുകൾ കണ്ണിൽ കണ്ടതിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നേർച്ചകളും പൂരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു, കബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം അവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് ലോകത്തിന് തെറ്റായ മെസ്സേജ് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അന്തം കെട്ട ഒരു ലോകത്തിന്റെ നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരു ഹിദായത്തിന്റെ വെളിച്ചം നൽകിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഹിദായത്താണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഹിദായത്താണ്. ആ ഹിദായത്ത് നൽകിയതിനുള്ള നന്ദി പ്രകടനമാണ്. ആ ഹിദായത്ത് നൽകിയ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗത്തും കാണുവാൻ സാധിക്കും അത്തരം ഒരു ശൈലി. ചില ആളുകൾ ദൈവനിഷേധികളായി ഭൂമിയിലൂടെ നടക്കുന്നുണ്ട്. പല ആളുകളുടെയും ഇടപെടലിന്റെ ഫലമായി, പ്രബോധനത്തിന്റെ ഫലമായി
ദൈവനിഷേധികളായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുവാൻ തുടങ്ങി. നമസ്കാരമില്ലാതെ ജീവിച്ച ആളുകളുണ്ട്, നോമ്പില്ലാതെ ജീവിച്ച ആളുകളുണ്ട്, മുനാഫിക്കുകളായി ജീവിച്ച ആളുകളുണ്ട്. ചിലരുടെയെങ്കിലും ഒക്കെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ഉത്ബോധനത്തിന്റെ ഫലമായി ചില ആളുകൾ അള്ളാഹുവിന്റെ പാതയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാവും. അത് അള്ളാഹ് നൽകിയ ഹിദായത്താണ്. ആ ഹിദായത്തിന്റെ നന്ദി പ്രകടനമാണ് അല്ലാഹു അക്ബർ. സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്ത്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്തിനാ തക്ബീർ ചൊല്ലുന്നത്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഹിദായത്ത്, അതിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. സൂറത്തു ഹജ്ജിലും കാണുവാൻ സാധിക്കും, കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ ഹിദായത്ത്, അതുകൊണ്ടാണ് നാം അല്ലാഹുവിനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അവൻ മാത്രമാണ് അക്ബർ. ഇത് നാം സമ്മതിക്കേണ്ടതുണ്ട്. മറ്റൊരുത്തന്റെ മുമ്പിലും നാം കുനിയാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിലെ കുനിയാൻ പാടുകയുള്ളൂ. അതാണ് ഇസ്സത്ത്, അതാണ് ധൈര്യം. ഏക് സജദ ജിസേ തൂ ഗിറാൻ സമജ്താ ഹൈ ഹസാർ സജദേ സേ ദേതാ ഹൈ ആദ്മി കോ നജാത്. ഇത് വല്ലാത്തൊരു മുദ്രാവാക്യമാണ്. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്ന 1000 സുജൂദിനേക്കാൾ, സാഷ്ടാംഗത്തെക്കാൾ ഏറ്റവും ഉത്തമമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഒരു സുജൂദ്. ഇതാണ് അല്ലാഹു അക്ബർ. ഇതാണ് ബലിപെരുന്നാളിന്റെ മഹത്തായ സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അവനല്ലാതെ ഒരാളും വലിയവനല്ല, എല്ലാവരും ചെറിയവനാണ്. ഇത് സമ്മതിച്ചേ മതിയാവൂ. ഇബ്ലീസിന് സമ്മതിക്കാൻ കഴിയാതെ പോയ വലിയ ഒരു സത്യമാണിത്. അങ്ങനെ സമ്മതിക്കാൻ കഴിയാതായപ്പോഴാണ് അർശിന്റെ ചാരത്ത് നിന്ന് ഇബ്ലീസ് ആട്ടിയോടിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഇബ്ലീസിന് അശ്ശൈത്താനുർ റജീം എന്ന പേര് ലഭിച്ചത്. നാം ഇബ്ലീസ് ആകാതിരിക്കുവാൻ, ശൈത്താൻ റജീം ആകാതിരിക്കുവാൻ അല്ലാഹു അക്ബർ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതാണ് ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പിതാവ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെറുതാകും. നമ്മുടെ ഇണയും മക്കളും വീടും മോഹങ്ങളും എല്ലാം ചെറുതായി മാറും. അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്നത് ഒരു വാക്കല്ല, ഒരു സംസ്കാരമാണ് ഇത്. അപ്പോൾ നാം തിരിച്ചറിയും, ഇതൊരു ജീവിതത്തിലെ നിലപാടാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരവും നിലപാടുമായി മാറേണ്ടതുണ്ട്. സമ്പാദിക്കുമ്പോൾ, ചിലവഴിക്കുമ്പോൾ, വീട് വെക്കുമ്പോൾ, കുടിയിരിക്കുമ്പോൾ, സാമൂഹികമായി പ്രവർത്തിക്കുമ്പോൾ, രാഷ്ട്രീയമായി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന ആ വചനം നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം ജീവിതം നമുക്ക് മാതൃകയാവുന്നത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. നിങ്ങൾക്ക് ഇബ്രാഹിമിൽ ഏറ്റവും സുന്ദരമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു പറയുന്നത് കൊണ്ടാണ്. ഇബ്രാഹിം എങ്ങനെയാണ് വിജയിച്ചത്? അല്ലാഹു അക്ബർ എന്ന് പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു. ഒരാളെയും പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. ഭരണാധികാരിയുടെ മുമ്പിൽ പറഞ്ഞു, സ്വന്തം പിതാവിന്റെ മുമ്പിൽ പറഞ്ഞു. എത്ര ശക്തിയിലാണ് പിതാവിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത്. ആ സംസാരത്തിന്, ആ കമന്റിന് ശക്തിയുണ്ട്. പക്ഷെ ആ കമന്റ് പറയുമ്പോൾ പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ടാ പറഞ്ഞത്. യാ അബത്തി, ഞാൻ നേരത്തെ ഓതിയ സൂറത്തു മറിയം, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ ഇദ് ഖാല ലി അബീഹി യാ അബത്തി. ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നാര വാപ്പ, വാപ്പച്ചി. തെക്കൻ കേരളത്തിലൊക്കെ വാപ്പച്ചി എന്ന് വിളിക്കുമ്പോൾ കുറച്ചും കൂടി സ്നേഹം കൂടും അത്ര. എന്റെ വാപ്പച്ചി, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. എന്താണ് വാപ്പ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒന്നും കേൾക്കാത്ത, കാണാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എന്റെ വാപ്പ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇബ്രാഹിം നബി സ്വന്തം പിതാവിനോട് ചോദിക്കാണ്. ഈ ചോദ്യം നമുക്കും ചോദിക്കാൻ കഴിയണം. നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ എന്താ? മക്കൾ ചിലപ്പോൾ നല്ല സജീവ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരായിരിക്കും, പള്ളിന്റെ ആളുകളായിരിക്കും. വാപ്പ ചിലപ്പോൾ ലോട്ടറി എടുക്കുന്ന ആള്,
മദ്യപിക്കുന്ന ആള്, പലിശയിടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഇവിടെയാണ് മക്കൾ വാപ്പാനോട് ഉപദേശിക്കണം. എന്താണ് വാപ്പ, വയസ്സായില്ലേ, 19 വയസ്സ് കഴിഞ്ഞില്ലേ, 60 വയസ്സ് കഴിഞ്ഞില്ലേ, ജീവിതത്തിൽ ഒരു മാറ്റം വരണം, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? ഇത് മക്കൾക്ക് ചോദിക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹു അക്ബർ എന്ന ഈ ആശയം ഹൃദയത്തിലേക്ക് തുളച്ചു കയറണം. ഹൃദയത്തിലേക്ക് ആണ്ടുപോയ ആളുകൾക്ക് മാത്രമേ ഇത് ചോദിക്കാൻ കഴിയുള്ളൂ. എത്ര ധൈര്യത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് എതിരിട്ടത്, നമ്രൂദിനോട് ശക്തമായി പോരാട്ടം നടത്തിയില്ലേ? എന്തെല്ലാം സംവാദങ്ങളാണ് ഖുർആൻ ആ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. എങ്ങനെയാണ് സാധിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന ആ മുദ്രാവാക്യം മനസ്സിലേക്ക് കയറിയപ്പോൾ മാത്രമാണ്. ഇവിടെയാണ് എന്തുമാത്രം ആത്മവിശ്വാസത്തോടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അഭാവത്തിലും തന്റെ കുടുംബത്തെ പാർപ്പിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ മാതാവും പിതാവും ഒക്കെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ബേജാറാണ്. കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ ബേജാറ്. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊരു വീട് വെച്ച് കൊടുക്കുന്ന തിരക്കിൽ, അങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന കേട്ട താമസം ഭാര്യയെയും കുട്ടിയെയും കൂട്ടിയിട്ട് മരുഭൂമിയിലൂടെ പോവണം. മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. നിങ്ങൾ അവിടെ ജീവിച്ചോളി, ഒക്കെ പടച്ചു നോക്കിക്കൊള്ളു. ഇതെങ്ങനെ കഴിയുന്നു? ഇതാണ് അല്ലാഹു അക്ബർ ജീവിതത്തിന്റെ സംസ്കാരമായി മാറുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പണ മനസ്സോടു കൂടിയാണ് മകന്റെ കഴുത്തിൽ കത്തിവെച്ചത്. വല്ലാത്ത രംഗമല്ലേ അത്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നത് സ്വപ്നത്തിൽ കണ്ടു. ഇസ്മായിലെ മകനെ വിളിച്ചു പറയാ. അപ്പൊ വാപ്പാനെക്കാട്ടി അപ്പുറം മകന്റെ ഇസ്ലാം. അങ്ങനെ കണ്ടോ നിങ്ങൾ? എന്നാ പിന്നെ ഒരു ബേജാറും വേണ്ട, എന്റെ കഴുത്തിൽ കത്തി വെച്ചോളി, ഞാൻ കഴുത്ത് നീട്ടി കാണിച്ചു തരാം. എന്താണോ കൽപ്പിക്കപ്പെട്ടത് പിതാവേ, അത് താങ്കൾ ചെയ്തോളൂ. എന്നെ ക്ഷമാലുക്കളിൽ താങ്കൾക്ക് കാണാം. വാപ്പയും മകനും അതേപോലെ തന്നെ ഉമ്മയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സുന്ദരമായ ഒരു കുടുംബ ജീവിതം, അതാണ് അല്ലാഹു അക്ബർ എന്ന ആ മുദ്രാവാക്യത്തിൽ നിന്നുണ്ടാവുന്നത്. അല്ലാഹു അക്ബർ ഒരു സംസ്കാരമായാൽ, ഒരു ജീവിത നിലപാടായി മാറിക്കഴിഞ്ഞാൽ, ആ സംസ്കാരത്തിൽ നിന്നും ജീവിത നിലപാടിൽ നിന്ന് ഏറ്റവും സുന്ദരമായ ഒരു കുടുംബം പൂത്തുലയും. ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്കതാണ് പഠിപ്പിച്ചിരുന്നത്. ഈ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം അത് ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് എന്നും ആവേശമാണ്, ഇപ്പോഴും ആവേശമാണ്. ഗസക്കാരുടെ പെരുന്നാൾ അതിന്റെ നേർസാക്ഷ്യമാണ്. ഞാൻ ഇന്നലെ ഇങ്ങനെ യൂട്യൂബിലും അൽ ജസീറ ചാനലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഗസക്കാരുടെ പെരുന്നാൾ നേർക്കുനേരെ കണ്ടുകൊണ്ടിരുന്നു, ചാനലിലൂടെ കണ്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത ഒരു ടീമാണ് ആ ടീം. ശരീരം ഭക്ഷണം ലഭിക്കാതെ ശരീരത്തിലെ വാരിയെല്ലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. കുട്ടികളുടെയും വയസ്സരുടെയും എല്ലാവരുടെയും. ആകാശത്തു നിന്ന് ഭീകരമായ ശബ്ദങ്ങൾ, ഭക്ഷണം വാങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന ക്യൂവിൽ പോലും വെടിവെപ്പ്, ഒരു തരം നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഗസയിലെ മുസ്ലിം സമുദായം. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കിബിലയായി അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കിബിലയാണല്ലോ അത്. അതിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത്. നമ്മളല്ല എല്ലാവരും കൂടി ചെയ്യേണ്ട ആ വിമോചന പോരാട്ടം മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുമുള്ള ഏതാനും ചില ആളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ന് ലോകത്തിന്റെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബലിയുടെ മൃഗങ്ങളുടെ രക്തത്തെക്കാൾ മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാത്ത ഒരു നഗരമായി ഗസ പട്ടണം, ഗസ മുനമ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ വിട്ടുപോവാൻ തയ്യാറില്ല. നിങ്ങൾ എത്ര ആകാശത്തിലൂടെ ബോംബിട്ടാലും ഞങ്ങൾ ഗസ വിട്ടു പോകുന്ന പ്രശ്നമില്ല. അവർ ഗസയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓടുകയാണ്. നമ്മുടെയൊക്കെ ഹാജിമാരും ഉംറ ചെയ്യുന്ന ആളുകളുമൊക്കെ കഅബയിൽ പോയി കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ഇവർ ഗസയിൽ, ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു, പെരുന്നാളിന്റെ ദിനത്തിൽ അവർക്ക് ഹജ്ജ് ചെയ്യുവാൻ വഴിയില്ല, ഉപരോധമാണ്. വർഷങ്ങളായി ഗസക്കാർ ഹജ്ജിന് പോവാൻ കഴിയില്ല, ഉംറയ്ക്ക് പോവാൻ കഴിയില്ല.
ആ ഒരു ടീം ഇന്നലെ കാണിച്ച ഒരു കാഴ്ച ഗംഭീരമാണ്. നമ്മുടെ മനസ്സിനെ അലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. തൽക്കാലം ഒരു കഅബയുടെ രൂപത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു കഅബയുണ്ടാക്കി ആ കഅബയ്ക്ക് ചുറ്റും അല്ലാഹു അക്ബർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന ആ ഹജ്ജിന് കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ഹജ്ജിന്റെ സന്ദർഭങ്ങൾ മുസ്ലിം സമുദായം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ മന്ത്രം ഗസ്സക്കാർ ഇന്നലെ പ്രതീകാത്മകമായ കഅബയുണ്ടാക്കി ഗസ്സയിൽ വിളിച്ചുകൊണ്ടിരിക്കാൻ. ഇതാണ് ഗസ്സക്കാരുടെ അവസ്ഥ. എങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു? അല്ലാഹു അക്ബർ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് മതി ഭരമേൽപ്പിക്കുവാൻ, നമുക്ക് അല്ലാഹു മാത്രം മതി എന്ന വിശ്വാസം മനസ്സിൽ കയറിയാൽ പിന്നെ എല്ലാം പുല്ലായിരിക്കും. നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ ആളുകൾ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഷോപ്പിൽ ഒരു പ്രത്യേക ഒരു ഫ്രെയിം ചെയ്തൊരു സാധനം കുത്തിവെക്കും. അതിലെന്തൊക്കെയോ എഴുതിയിട്ട് ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് എൻ്റെ കടയ്ക്ക് ബർക്കത്ത് നൽകുന്നത് ഈ ഫ്രെയിം ചെയ്ത ഈ സാധനമാണ്. അല്ലാഹ് ചെറുതായി പോവുക, അള്ളാനെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത് ഈ സമുദായം. ഇവിടെയാണ് ഗസ്സ നിവാസികൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവർ ഗസ്സയുടെ തെരുവിൽ തവാഫും സഅയും നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ തവാഫും സഅയും അതാണ് ഗസ്സയിൽ തന്നെയാണ്. ഹമാസിന്റെ മിസൈലുകളെക്കാൾ ജൂതന്റെ ഇടനെഞ്ചുകളിൽ തുളച്ചു കയറുന്നത് ഗസ്സ നിവാസികളുടെ അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ് എന്ന് ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പിൽ ഇസ്രായേലിലെ ഒരു വനിത പറയാം. മസ്ജിദുൽ അഖ്സയിലും ഗസ്സയുടെ തെരുവീതികളിലും എല്ലാം ഈ ഭീകരമായ ആക്രമണങ്ങൾ നടന്നിട്ടും കൊടും പട്ടിണിക്ക് വിധേയമാക്കിയിട്ടും ഇന്നലെ ഗസ്സയിലെ മുസ്ലിം സമൂഹം തകർക്കപ്പെട്ട പള്ളികൾക്ക് മുന്നിൽ അവർ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ഇത് ജൂത പട്ടാളവും അല്ലാത്തവരും ജൂതന്മാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സ്ത്രീ, അമുസ്ലിമായ ഒരു സ്ത്രീ, ആ സ്ത്രീ ആ വീഡിയോ ക്ലിപ്പിൽ പറയുകയാണ്, നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നത് ഹമാസിന്റെ മിസൈലല്ല, നെതന്യാഹു ഭയപ്പെടുന്നത് ഗസ്സക്കാരുടെ ഈ കൊടും പട്ടിണിയിലും ഈ ക്രൂരമായ മർദ്ദനങ്ങളിലും അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ഉണ്ടല്ലോ, അതാണ് നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നത് എന്ന് ആ സ്ത്രീ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അല്ലമ ഇക്ബാൽ പറഞ്ഞു, യഖീൻ മഹ്കം, അമൽ പൈഹം, മഹബ്ബത്തെ ഫാത്തിഹ ആലം, ജിഹാദെ ജിന്ദഗാനി മേ യെ മർദോം കി ശംശീരേ. ഉറച്ച വിശ്വാസം, അതാണ് അല്ലാഹു അക്ബർ. യഖീൻ മഹ്കം, അതാണ് അല്ലാഹു അക്ബർ. അമലെ പൈഹം, നിരന്തരമായ പ്രവൃത്തി. മഹബ്ബത്തെ ഫാത്തിഹ ആലം, ലോകത്തെ കീഴടക്കുന്ന സ്നേഹം. ഇത് ഇന്ന് ഗസ്സക്കാരുടെ മുദ്രാവാക്യമാണ്. ജീവിത പോരാട്ടത്തിൽ പുരുഷന്മാരുടെ വാളുകളാണിത്. അതുകൊണ്ട് ഗസ്സയിലെ ഈ അവസ്ഥയൊക്കെ നമ്മുടെ അവസ്ഥ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനും പ്രതീക്ഷിക്കുവാനും കഴിയണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹ് പതിയിരിക്കുകയാണ്. ഇടപെടേണ്ട സമയമാകുമ്പോൾ അല്ലാഹു ഇടപെടും. തീർച്ചയായും ഈ പ്രതിസന്ധിക്ക് ശേഷം ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവാൻ പോവുകയാണ്. ഏത് കൊടും പ്രയാസത്തിന് ശേഷവും ഒരു നല്ല അവസ്ഥ മുസ്ലിം ഉമ്മത്തിനുണ്ടാവും. കാരണം ഈ ഉമ്മത്ത് ഇത് മരിച്ചു പോവാത്ത ഉമ്മത്താണ്, കൊന്നു തീർക്കുവാൻ കഴിയാത്ത ഉമ്മത്താണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായിരിക്കണം. तू फिर पढ़ सबक अदालत का शजाअत का लिया जाएगा तुझसे काम दुनिया की इमामत का. അല്ലാമ ഇക്ബാൽ പറയുകയാണ്, ഈ ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട്, ഒരു പ്രഭാതമുണ്ട്. ഈ അന്തരീക്ഷം തൗഹീദ് കൊണ്ട് മുഖരിതമാകും. അല്ലാഹു അക്ബർ കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാകും. വെയിറ്റ് ചെയ്യൂ. ലോകത്തിന്റെ മേധാവിത്വം ഈ ഉമ്മത്തിന്റെ കരങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. താമസം, വെയിറ്റ് ചെയ്യണം, ക്ഷമ കാണിക്കും. അല്ലാമ ഇക്ബാൽ പറയും. പക്ഷെ അതിന് എന്ത് വേണം? നീതിയെ സംബന്ധിച്ചും ഷജാഅത്തിനെ സംബന്ധിച്ചും ധൈര്യത്തിനെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കണം, പഠിക്കണം, അത് പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ
लिया जाएगा तुझसे काम दुनिया की इमामत का दुनिया की इमामत ലോക നേതൃത്വം നിങ്ങളുടെ കീഴിൽ വരും എന്ന് അല്ലാമ ഇക്ബാൽ പറയാണ്. ഓരോ ബലിപെരുന്നാൾ ശിബിരത്തിലും മുസ്ലിം സമുദായം ഇഖ്ലാസോടുകൂടി അല്ലാഹു അക്ബർ എന്ന് അല്ലാഹുവിനെ വാഴ്ത്തുന്നുവെങ്കിൽ ബേജാറാവേണ്ട, ടെൻഷൻ വേണ്ടതില്ല. സമയത്തിന്റെ മാത്രം പ്രശ്നമാണ്. അല്ലാഹു ഇടപെട്ടും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായി ഞാനും നിങ്ങൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിപെരുന്നാളിലെ അമലുകളെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഗസ്സയിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വയറ് നിറച്ച് ഭക്ഷണവും കുടിക്കുവാൻ നല്ല ശുദ്ധജലവും കിടക്കുവാൻ നല്ല നിർഭയമായ അവസ്ഥയും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും അസുഖമായും മറ്റുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയായി പോയ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ട്. പാപ്പ ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോകുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മനസ്സിന് സ്ഥൈര്യവും ധൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെയെല്ലാം ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.